നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുവരെ ഈ വിവരം മറ്റാരും അറിയണ്ട. എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവനൊരു പൂട്ടാൻ. അവനെ അല്ലല്ലോ ശരിക്കും പൂട്ടേണ്ടത്, അവളല്ലേ, ആ ചന്ദ്രൻ. അതെ, എനിക്ക് അപ്പോഴേ സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തോർക്കുന്നുണ്ടോ? അവനൊരു തട്ടിപ്പുകാരനാണെങ്കിൽ അതിലൊരു പങ്ക് ചന്ദ്രയ്ക്കും അവകാശപ്പെട്ടതായിരിക്കും. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിക്കണം സിദ്ധു. ഇനി അധികം കാലമൊന്നും അവരെ നമ്മളെ പറ്റിക്കാൻ വിട്ടുകൊടുക്കരുത്. ആ പൊന്നുമണി നിരഞ്ജനെ കാണാൻ വന്നിരുന്നു. അറിഞ്ഞു, അക്ഷര പറഞ്ഞു. കാര്യം പൊന്നുമണി നിരഞ്ജൻ്റെ ബന്ധുവായിരിക്കും. പക്ഷേ ഇനിയും ആ കുട്ടിക്ക് വേണ്ടി ഒന്നിനും ഇറങ്ങി പുറപ്പെടരുത്. ഒരനുഭവം വന്നല്ലോ, അതുകൊണ്ട് ശത്രുവിനെ ശത്രുവായി തന്നെ കാണാൻ ശ്രമിക്കണം. ഒരു തവണ ചതിച്ചോര് പിന്നെയും ചതിക്കും. ആ ബോധം ഉണ്ടായാൽ മതി സാറിന്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിന് സ്വാമിയുടെ ഉപദേശമൊന്നും വേണ്ട. എന്ന് വെച്ചാൽ സാറിന്റെ ഉപദേശം വേണ്ട. സ്വാമി, താൻ അങ്ങനെ വളച്ചൊടിക്കൊന്നും വേണ്ട. എന്തിനാണോ താൻ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? സ്വാമി പറഞ്ഞതിൽ എന്താണ് തെറ്റ് നിരഞ്ജൻ? നിരഞ്ജൻ ഉദ്ദേശം അത് തന്നെയല്ലേ? സ്വാമി പറഞ്ഞില്ലെങ്കിലും അതെനിക്ക് മനസ്സിലാവും. നിരഞ്ജൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നിരഞ്ജനുണ്ട്. പക്ഷേ എനിക്കിഷ്ടമില്ലാത്തവരൊന്നും ഈ വീട്ടിൽ വരാൻ പാടില്ല. അത് ഉറപ്പുവരുത്താനുള്ള ബാധ്യത നിരഞ്ജനുണ്ട്. ഞാനിവിടെ താമസിക്കുമ്പോൾ എന്നെ കാണാൻ പലരും വന്നുവന്നിരിക്കും. പറ്റില്ലെങ്കിൽ ഇപ്പം പറയണം സർ, ഞാൻ വീട് മാറിക്കോളാം. അതാണോ സാർ ഉദ്ദേശിച്ചത്? അതാണോ അതിന്റെ പരിഹാരം? അത് തന്നെയാ പരിഹാരം. എടോ സ്വാമി, താനല്ലേ പറഞ്ഞത് പോലീസ് വന്ന് എന്നെ വിശാലിനെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്ന്? എന്നിട്ടത് നടന്നോ? മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളാ, അല്ലാതെ ഞാനല്ല. പൊന്നുമണി വന്നത് എന്നോട് മാപ്പ് പറയാനാ. തെറ്റാർക്കും പറ്റാലോ. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. മരുമോന്റെ വായിലിരിക്കുന്നത് കേട്ടപ്പോ സമാധാനമായല്ലോ. തെറ്റ് ഏട്ടന്റെ ഭാഗത്ത് തന്നെയാ. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം, എങ്കിലേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. സാറേ, സാറ് സ്നേഹിക്കുന്ന പോലെ ഇവരൊക്കെ ആരാ സാറാ സ്നേഹിക്കുന്നത്? അതവർക്ക് അറിയില്ല സാറേ. കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും താനെ മനസ്സിലായിക്കോളും. ഹലോ, വാടക കുടിശ്ശിക ഇപ്പോൾ എത്ര മാസത്തെ ഉണ്ടെന്ന് ഓർമ്മയുണ്ടോ? ടൈറ്റാ, തരാം. ഞാനത് അഡ്വാൻസ് ചെയ്യുന്ന എടുത്തു, ഇനി തരണമെന്നില്ല. ഞാൻ ആ വീട് വിൽക്കാൻ പോകും. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം അവിടെ നിന്ന് ഇറങ്ങണം. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വേറൊരു വീട് കണ്ടുപിടിച്ച ശേഷം ഞാൻ മാറാം. 3 മാസം മുമ്പേ വീട് മാറണമെന്ന് പറഞ്ഞ് നോട്ടീസ് തന്നില്ലേ? നിയമപരമായി ഒരു അവസരം ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അവധി തരാൻ എനിക്ക് പറ്റത്തില്ല. വേഗം ഇറങ്ങാൻ നോക്ക്. ഒരാഴ്ച കൂടി എനിക്ക് സമയം തരണം. പറ്റില്ല. നിങ്ങളെവിടെ കൊണ്ടാക്കിയ മകനില്ലേ, അയാളെ ഞാൻ വിളിച്ചിരുന്നു, ഫോൺ പോലും എടുക്കുന്നില്ല. അവിടെ നിന്ന് കിട്ടുന്ന വാടക കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങണം. എടുക്കാനുള്ള സാധനങ്ങൾ എടുത്തോ, വീട് പൂട്ടാൻ ഞാനിപ്പോൾ വരും. ഞാൻ
ഞാനാ. മനസ്സിലായി. ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. വിവരം അറിയാഞ്ഞിട്ടൊന്നുമല്ല, മനഃപൂർവ്വം വിളിക്കാത്തതാ. നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് തല്ലി വാങ്ങിയിട്ട് മറ്റുള്ളവരതുകൊണ്ട് സഹതപിക്കണമെന്ന് പറഞ്ഞാ പാർവതി അതിന് കിട്ടുമായിരിക്കും. എന്നെ അതിന് കിട്ടില്ല. വേണ്ട, ഞാൻ ചത്തു എന്ന് അറിഞ്ഞാലും മറണമെന്നില്ല. ഞാനിപ്പോ വിളിച്ചത് വഴക്കിടാനല്ല. അടുത്ത ആരെങ്കിലും ഉണ്ടോ? നിത്യയുടെ അമ്മയുണ്ടായിരുന്നു, ബില്ലടയ്ക്കാൻ പോയി. ആ, അപ്പോ ഡിസ്ചാർജ് ആയി. അതെ. എന്നെ താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടു. എന്തിന്? കൃത്യമായിട്ട് വാടക കൊടുക്കുന്നുണ്ട്. ഓ, വാടക പെൻഡിങ് ആണല്ലേ? അപ്പൊ ഇനി എന്താ പരിപാടി? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. ഞാൻ എന്ത് ചെയ്യണം? അതെങ്ങനെ ഞാൻ പറയും? പൊന്നു മോനെ, അങ്ങനെ കൈയൊഴിയാന്നൊന്നും വിചാരിക്കണ്ട. അറിയാലോ, എന്നെ നശിപ്പിച്ചു കളയും ഞാൻ. എന്റെ കയ്യിൽ പൈസ വേണ്ടമ്മേ. ഇട നാറി വൃത്തികെട്ടവനെ, നീ ഒറ്റ ഒരുത്തം കാരണമല്ലേ നാട്ടിലുണ്ടായിരുന്ന വീട് ഞാൻ വിറ്റത്. നിന്റെ കൂട്ടുകാരൻ ഒരുത്തനല്ലേ അത് വിറ്റ കാശ് മുഴുവൻ അടിച്ചോണ്ട് പോയത്. നീ എന്നെ നോക്കിയേ പറ്റൂ. താമസിക്കാൻ നീ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അമ്മേ, ഞാൻ ആശുപത്രിയില്ല. ആ, ഇന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുമല്ലോ. അപ്പോഴത്തെ കാര്യമാ പറഞ്ഞത്. അമ്മ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി നിൽക്കും. ഏത് ബന്ധു? ഏതെങ്കിലും ഒരു ബന്ധു ഉണ്ടാവില്ല അമ്മയ്ക്ക്? ആരുമില്ല. അതിനും കാരണം നീ തന്നെയാ. മര്യാദയ്ക്ക് എന്റെ പ്രശ്നം പരിഹരിച്ചോ, അല്ലെങ്കിൽ നീ വിവരം അറിയും. ഞാനൊന്ന് ആലോചിക്കട്ടെ, വിളിക്കാം. വിളിക്കണം. ആകെ തീ പിടിച്ച് നിൽക്കുവാ ഞാൻ. എന്നെക്കൊണ്ട് വെറുതെ കടും കൈയൊന്നും ചെയ്യിപ്പിക്കരുത്. അച്ഛൻ കരയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പതിവുണ്ട്. ഇതൊരു ഇംപ്രൂവ്മെന്റ് ആണെന്ന് ഡോക്ടർ പറയുന്നത്. ശരീരം പതുക്കെ പതുക്കെ പ്രതികരിച്ചു തുടങ്ങുന്നതിന്റെ ലക്ഷണമാണത്രേ. അച്ഛാ, പേടിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. നമ്മളുടനെ ചികിത്സ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. അതെ, ഒരിടത്തേക്ക് മാറ്റുന്നില്ല. നിങ്ങളുടെ ചികിത്സ ഞങ്ങൾക്ക് വേണ്ട. അത് മുത്തശ്ശിയല്ല തീരുമാനിക്കുന്നത്. പിന്നെ നീയാണോ തീരുമാനിക്കുന്നത്? പാർവതിയോട് തട്ടിക്കയറുന്നത് പോലെ എന്നോട് തട്ടിക്കയറരുത്. ഞാൻ ഇവന്റെ അമ്മയാ.